അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരം നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മൾ ഇന്നലെയും മിനിയാന്നും ഒക്കെ മഹ്ശറിന്റെ വളരെ ഭീകരമായ അവസ്ഥകളും അവിടെ നടക്കുന്ന ചില അത്ഭുതങ്ങളായ പ്രതിഭാസങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി മഹ്ശറിൽ നടക്കുന്ന മറ്റൊരു അത്ഭുതത്തെ നമുക്ക് പരിചയപ്പെടാം. അത് അല്ലാഹു മനുഷ്യന്റെ നന്മ തിന്മകളെ വിചാരണ ചെയ്യുന്ന ഒരു ഘട്ടമാണ്. അതൊരു കോടതിയാണല്ലോ, എല്ലാ ലോക കോടതിയാണല്ലോ. കോടതിയിലൊക്കെ പ്രധാനം സാക്ഷികളും തെളിവുകളും ഒക്കെ തന്നെയാണ്. അള്ളാഹുവിന്റെ കോടതിയും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവിടെയുള്ള സാക്ഷികൾക്കൊരു പ്രത്യേകത ഉണ്ട്. കള്ള സാക്ഷിത്വം പറയാൻ ഒരു സാക്ഷികൾക്കും അവിടെ കഴിയൂല. കാരണം അതിനെ തടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും യജമാനനായ അള്ളാഹുവിന്റെ മുമ്പിലുണ്ട്. അത് ഭയങ്കര അത്ഭുതമാണ്. നിങ്ങൾ നോക്കൂ, ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ പറയുന്നു, യുദ്അൽ കാഫിറു വൽ മുനാഫിഖു ലിൽ ഹിസാബ്. കാഫിറായ മനുഷ്യനെയും അതുപോലെ മുനാഫിഖായ മനുഷ്യരെയും വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരപ്പെടുകയാണ്. ഫയുരിദു റബ്ബുഹു അമലഹു. യജമാനനായ അല്ലാഹു തആല അവർക്ക് അവർ ചെയ്ത എല്ലാ അമലുകളെയും ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. കാഫിറായ മനുഷ്യൻ, മുനാഫിഖായ മനുഷ്യൻ അവരുടെ ജീവിതകാലത്ത് ചെയ്ത നന്മകളെ അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. അവരുടെ ജീവിതകാലത്ത് ചെയ്ത എല്ലാ തിന്മകളെയും അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. മനുഷ്യ, ഇതൊക്കെ നീ ചെയ്തതാണ് കേട്ടോ എന്ന് പറയും. അപ്പൊ അയാൾ ഒരു കളവ് പറഞ്ഞു നോക്കും. മഹ്ശറല്ലേ, രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ. അപ്പോൾ ഈ കാഫിറായ മനുഷ്യൻ പറയുകയാണ്, ഐ റബ്ബി, യജമാനനായ അല്ലാഹ്, ലഖദ് കതബ ഹാദൽ മലകു അലയ്യ മാ ലം അഅമൽ. ഈ മലക്കുണ്ടല്ലോ, ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ എന്റെ മേൽ എഴുതി പിടിപ്പിച്ചതാണ്. അല്ലാഹുവേ, ഈ രേഖയിൽ കാണുന്ന തിന്മകൾ ഇത്രയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത് മുഴുവനും ഞാൻ ചെയ്തതല്ല അല്ലാഹ്. മലക്കിനെ കുറ്റം പറയും കാഫിറായ മനുഷ്യൻ, എഴുതിയ മലക്കിനെ. അപ്പോൾ ഈ മലക്ക് മനുഷ്യനോട് ചോദിക്കും, മനുഷ്യ, ഇന്നാലിന്ന ദിവസം, ഇന്നാലിന്ന സമയത്ത്, ഇന്നാലിന്ന കാര്യങ്ങൾ നീ ചെയ്തിട്ടില്ലയോ? ഓരോ കാര്യങ്ങളും മലക്ക് ഇങ്ങനെ എണ്ണി 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 പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പയും ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുന്നുണ്ട്, റബ്ബേ മാ അമിൽതു. ഈ മലക്ക് പറയുന്നതൊന്നും ഞാൻ ചെയ്തിട്ടില്ല അല്ലാഹ്. മലക്കും മനുഷ്യനും തമ്മിൽ തർക്കം. അപ്പോൾ പിന്നെ അല്ലാഹു തആല എന്ത് ചെയ്യുമെന്നോ, മഹ്ശറിന്റെ യഥാർത്ഥ സംവിധാനം കൊണ്ടുവരികയാണ്. അപ്പോൾ അല്ലാഹു തആല മെല്ലെ ഈ മനുഷ്യന്റെ വായക്കങ്ങ് സീല് വെക്കുകയാണ്. വായക്കങ്ങ് സീല് വെക്കുമ്പോഴോ പിന്നെ ഈ മനുഷ്യന്റെ ഓരോ അവയവങ്ങൾ സംസാരിക്കുകയാണ്. ആ ഏടിങ്ങനെ കാണുമ്പോ ഈ മനുഷ്യന്റെ കൈ പറയും, റബ്ബേ, ഈ തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലാഹ്. കാല് പറയും, അത് ശരിയാണ് അല്ലാഹ്. കണ്ണും കാതും മൂക്കും അങ്ങനെ സംസാരിക്കുകയാണ്. സൂറത്ത് യാസീനിൽ അല്ലാഹു പറഞ്ഞിട്ടില്ലേ, اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. اليوم, അന്നേ ദിവസം, നഖ്തിമു അലാ അഫ്വാഹിം, വായകൾക്ക് നമ്മൾ സീല് വെക്കും. അവരുടെ കൈകൾ നമ്മളോട് സംസാരിക്കും. കൈകളെ സംസാരിക്കുമ്പോൾ കാല് സാക്ഷി നിൽക്കുകയാണ്. ഓരോ അവയവങ്ങളെ സംസാരിക്കുമ്പോഴും മറ്റേ അവയവം സാക്ഷി പറയുന്നതാണ്. എല്ലാ അവയവങ്ങളും സംസാരിക്കുമല്ലോ. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു മനുഷ്യന്റെ അവയവങ്ങൾ ആദ്യം സംസാരിക്കൽ ആ മനുഷ്യന്റെ ഇടത് കാലിലെ തൊടയല്ലായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആദ്യം സംസാരിക്കണ അവയവം ഏതാണല്ലോ, നമ്മളെ ഇടത്തെ കാലിലെ തൊടയല്ലാണ് ആദ്യം സംസാരിക്കുന്ന. റൂഹുൽ മാനിലെ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ. അപ്പോൾ അതുപോലെ ഇനി ഒരു മുഅ്മിനായ ഈമാനുള്ള മനുഷ്യനെ വിചാരണക്ക് കൊണ്ടുവരപ്പെടുകയാണ്. ആ മനുഷ്യനും ചെയ്ത കാര്യങ്ങളൊക്കെ അല്ലാഹു തആല അയാൾക്ക് വെളിവാക്കി കൊടുക്കുകയാണ്. ഈമാനുള്ള മനുഷ്യനല്ലേ, തർക്കിക്കാനൊന്നുമില്ല. ഫയഖ്തരിഫു, അയാളെല്ലാം സമ്മതിക്കും, അതിലുള്ള തെറ്റടക്കം.
അയാള് പറയും മൈ റബ്ബി അമിൽതു റബ്ബി അമിൽതു, അല്ലാഹുവേ ഇതൊക്കെ ഞാൻ ചെയ്തതാണ്, ഇതൊക്കെ ഞാൻ ചെയ്തതാണ്. അയാൾക്ക് അള്ളാഹുവിനോട് എതിർത്ത് പറയാനില്ല. അയാൾ മലക്കുകളോട് തർക്കിക്കാൻ അയാൾ തയ്യാറാകുന്നില്ല. എല്ലാം യജമാനനായ റബ്ബിന്റെ മുമ്പിൽ ഇയാൾ അങ്ങ് സമ്മതിക്കുമ്പോ അള്ളാഹ്ക്ക് ഈ മനുഷ്യനോട് വല്ലാത്ത ഇഷ്ടം തോന്നുകയാണ്. ആ മനുഷ്യൻ അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കുമെന്നും ആ മനുഷ്യന്റെ പാപങ്ങളെ അള്ളാഹു മറച്ചു വെക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ. മുഅ്മിനീങ്ങളെ, ആ രംഗം വല്ലാത്ത അത്ഭുതമാണ്. എല്ലാവരും അവിടെ സാക്ഷികളെയാണ് തെരയുക. ഓരോ മനുഷ്യനവൻ ചെയ്ത തെറ്റുകൾക്ക് നാട്ടുകാര് സാക്ഷി പറയുന്ന രംഗമുണ്ട്, കൂട്ടുകാര് സാക്ഷി പറയുന്ന രംഗമുണ്ട്, മലക്കുകൾ വന്ന് സാക്ഷി പറയുന്ന രംഗമുണ്ട്. എത്രത്തോളം എന്നറിയുമോ? ചില ആളുകൾക്ക് അവരുടെ കണ്ണിലുള്ള കൺപീലി ഉണ്ടല്ലോ, ആ കൺപീലി പോലും അള്ളാന്റെ മുമ്പിൽ സാക്ഷി പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ചില ആൾക്കാരെ അള്ളാഹു നരകത്ത് കൊണ്ടുപോകുമ്പോളേ പോലെ കൺപീലി അള്ളാഹിനോട് സാക്ഷി പറയുന്നു, അള്ളാഹുവേ ഈ മനുഷ്യൻ നിന്നെ കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ടുണ്ട്, ഈ കണ്ണിലെ ഈ പീലിയിലെ ഒരു രോമമായി ഞാൻ നനഞ്ഞിട്ടുണ്ട് ട്ടോ. ഈ കൺപീലി സാക്ഷി പറയുന്നു, അതവിടെ സ്വീകരിക്കപ്പെടും. അപ്പോഴേക്കും നരകക്കാരനായ മനുഷ്യനെ സ്വർഗക്കാരനായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. മലക്കുകൾ അനൗൺസ്മെന്റ് ചെയ്യുകയാണ്, മഹ്ശറിലുള്ളവരെ, ഇന്നാലിന്ന ഒരു മനുഷ്യൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ആ മനുഷ്യന്റെ കണ്ണിലെ ഒരു കൺപീലി അയാൾക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞതാ. എത്രയപ്പോ അവിടുത്തെ നോക്കാൻ, നിങ്ങൾ അവിടെ സാക്ഷികൾക്കുള്ളൊരു സ്ഥാനത്തിന് നോക്കണം. എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, പരിശുദ്ധ റമളാനിലെ 14-ാമത്തെ രാവിലല്ലേ നമ്മൾ തറാവീഹ് നിസ്കരിച്ചത്. ഈ ദിവസം ഒരു മനുഷ്യൻ തറാവീഹ് നിസ്കരിക്കുമ്പോ ആ മനുഷ്യൻ അല്ലാഹു തആല നൽകുന്ന വലിയ പദവി എന്താണെന്നറിയുമോ? ആ മനുഷ്യൻ നാളെ മഹ്ശറിൽ വരുമ്പോ അയാൾക്ക് സാക്ഷി പറയാൻ അവിടെ ചില മലക്കുകൾ വരികയാണ്. എന്നിട്ട് ആ മലക്കുകൾ അള്ളാന്റെ മുമ്പിൽ സാക്ഷി പറയുകയാണ്, അല്ലാ ഈ മനുഷ്യനും പരിശുദ്ധ റമളാനിൽ തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട് അല്ലാ, ഞാനതിന് സാക്ഷിയാണ് അല്ലാ. എന്തേ കറാ മനുഷ്യന്റെ ഒരു ഭാഗ്യം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. നമ്മളെ നിസ്കാരം അല്ലാഹു തആല അതിന് കാരണമാക്കി തരട്ടെ. ഒരു ചെറിയ മസ്അല, ഒരു ദിക്ർ അല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് പലപ്പോഴും പറയണ മസലാണ്. എന്നാലും ചിലവര് ഇടക്കിടക്ക് ചോദിക്കും, ഓലിത് കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഉസ്താദെ എന്നും തറാവി നിസ്കരിച്ചലുണ്ട്, ഒരു ദിവസം രോഗം കാരണം തറാവി നിസ്കരിക്കാൻ പറ്റില്ല, ഞാൻ നിസ്കാരം ഖളാ വീട്ടാൻ വല്ല മാർഗം ഉണ്ടോ? ഒന്നാമത്തെ സംശയം അതാണ്. ഖളാ വീട്ടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ചോദ്യം, അതിനിപ്പോ നാളെ പകലേറ്റ് വീട്ടാൻ പറ്റുമോ, ഇനി മറ്റന്നാൾ രാത്രി ആകാൻ കാത്തു തീർക്കണം, കാരണം തറാവി എന്ന് പറഞ്ഞത് രാത്രിയിലെ നിസ്കാരാണല്ലോ. രണ്ട് സംശയമാണ് ചോദിച്ചത്. അതിനുള്ള ഫിഖഹിന്റെ കിതാബിൽ പറഞ്ഞ മറുപടി എന്താ പറയുക? സമയം നിശ്ചയിക്കപ്പെട്ട എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും ഖളാ വീട്ടാം. ഈ മാനദണ്ഡം നോക്കണം. ഒരു നിശ്ചിത സമയത്തിന് കണക്കാക്കപ്പെട്ട നിസ്കാരമാണ്. ഇപ്പൊ തറാവീഹ് സമയമുള്ള നിസ്കാരം ഇശാ നിസ്കരിച്ചത് മുതൽ സുബഹി വരെയാണ് എന്റെ സമയം. അത് ഞാൻ സാന്ദർഭികമായിട്ട് പറയാട്ടോ. ചിലവർക്ക് ഒരു ധാരണ ഉണ്ടെന്ന് വെച്ചാല് ഇശാന്റെ ബാങ്ക് കൊടുത്താൽ തന്നെ തറാവീഹ് നിസ്കരിച്ചാന്ന് കരുതുന്ന ചിലവരുണ്ട്. ചിലവർ അങ്ങനെ സംശയം ചോദിക്കണം. അതായത് പെരയിന്ന് വരാൻ വൈകി വന്നപ്പോ പള്ളിക്ക തറാവീന്റെ ജമാഅത്ത് എടുക്കാണ്, എന്നാ ജമാഅത്തിൽ കൂടി തറാവീഹ് നിസ്കരിച്ച, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സാവധാനത്തിൽ എന്താകാം ഇശാ നിസ്കരിച്ച, അങ്ങനെ ചിലവര് കരുതിങ്ങാണ്ട് പറ്റുമോന്ന് ചോദിച്ചലുണ്ട്. ഒരിക്കലും പറ്റൂല. കാരണം അവർക്ക് എന്റെ സമയമായിട്ടില്ല, തറാവീന്റെ സമയമല്ല. തറാവീന്റെ സമയമാകണമെങ്കിൽ ആദ്യം എന്ത് നിസ്കരിക്കണം? ഇശാ നിസ്കരിക്കണം, എന്നാലേ തറാവീന്റെ സമയമാകും. സുബഹി വരെ സമയമാണ്. അതേപോലെ തന്നെയാണ് വിത്ർ. ഇശാ നിസ്കരിച്ചത് മുതൽ സുബഹി വരെയാണ് അതിന്റെ സമയം. അപ്പൊ നമ്മൾ ഈ തറാവീഹ്, വിത്ർ, രണ്ട് പെരുന്നാൾ നിസ്കാരങ്ങള്, ഫർള് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവും നമ്മൾ നിസ്കരിക്കുന്ന റവാത്തിബ് സുന്നത്തുകള്, അതേമാതിരി ളുഹാ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, ഇതൊക്കെ പ്രത്യേക സമയം കണക്കാക്കപ്പെട്ട നിസ്കാരങ്ങളാണ്. എന്നാൽ ചില നിസ്കാരമുണ്ട്, ചില കാരണങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കണം ചില നിസ്കാരമുണ്ട്. ഇപ്പൊ ഗ്രഹണ നിസ്കാരം,
അതൊരു പ്രത്യേക സമയത്തിന്റെ നിസ്കാരമല്ല, അതൊരു ഗ്രഹണം സംഭവിക്കുക എന്ന കാരണം ഉണ്ടാവുമ്പോഴാണ് ആ നിസ്കാരം. അത് സൂര്യഗ്രഹണ ചന്ദ്രഗ്രഹണമായാലും. അപ്പൊ അങ്ങനത്തെ കാരണങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട നിസ്കാരമാണെങ്കിൽ അത് ഖളാ ആയാൽ ഖളാ കൂട്ടാൻ പറ്റുമോ? പറ്റൂല. കാരണം അത് സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്തല്ല. എന്നാ സമയം നിശ്ചയിക്കപ്പെട്ട ഏത് സുന്നത്ത് നിസ്കാരവും നഷ്ടപ്പെട്ടാൽ എന്താകാം? ഖളാ കൂട്ടാം. എന്നാ ഇന്നത്തെ തറാവി ഒരാൾക്ക് നഷ്ടപ്പെട്ടു, അയാൾക്ക് ഇനി അത് നാളത്തെ രാത്രിയെ ഖളാ കൂട്ടാൻ പറ്റുള്ളൂ? അല്ല, ഖളാ കൂട്ടാൻ രാത്രിയും പകലും എപ്പോഴും ഖളാ കൂട്ടാം. എന്നും തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാളാണ്, അയാൾക്ക് ഒരു ദിവസം തഹജ്ജുദ് നഷ്ടപ്പെട്ടു, അയാൾക്ക് നാളത്തെ പകൽ എന്ത് ഖളാ കൂട്ടാം? തഹജ്ജുദ് ഖളാ കൂട്ടാം. ഇനി അടുത്ത രാത്രി ആകേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് എന്നും വിത്ർ നിസ്കരിക്കുന്ന ആളാണ്, രാത്രി വിത്ർ നഷ്ടപ്പെട്ടു, നാളത്തെ പകൽ വേണമെങ്കിൽ എന്താകാം? ഖളാ കൂട്ടാം. അപ്പോ സമയം നിശ്ചയിക്കപ്പെട്ട ഏതും സുന്നത്ത് ഖളാ കൂട്ടാം. അത് വീട്ടാൻ രാത്രിയോ പകലോ ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അയാൾക്ക് എപ്പോഴാണോ ഖളാ കൂട്ടാൻ സൗകര്യപ്പെടുന്നത് അപ്പോ ഖളാ കൂട്ടാൻ പറ്റുന്ന പറഞ്ഞ അവസരം മനസ്സിലായിട്ടില്ലേ? അള്ളാഹു അതൊക്കെ മനസ്സിലാക്കി ചെയ്യാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അള്ളാഹു ഞങ്ങളെ നിസ്കാരം നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ ഇൽമുകൾ നീ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹു ഇതൊക്കെ ഈ പരിശുദ്ധ റമളാനിൽ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് കിട്ടാനുള്ള കാരണമാക്കണേ അല്ലാ. നിന്റെ റഹ്മത്ത് കിട്ടാനുള്ള കാരണമാക്കണേ അല്ലാ. നരകമോചനം കിട്ടാനുള്ള കാരണമാക്കണേ അല്ലാ. റബ്ബേ, നിന്റെ സ്വർഗം തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. നരകം തൊടാതെ സ്വർഗത്തിലെത്താനുള്ള ഭാഗ്യം തരണേ അല്ലാ. റബ്ബേ, മഹ്ശറിൽ ആ ഹിസാബൊക്കെ നടക്കുമ്പോ വിജയിക്കുന്ന ആളുകൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണേ അല്ലാ. ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഉസ്താദുമാർക്കും ഇവിടെയുള്ള മുതഅല്ലിമീങ്ങൾക്കൊക്കെ നോമ്പ് തുറക്കുള്ള ഭക്ഷണം നൽകിയത് നമ്മളെ പള്ളത്തൻ ഉമ്മറാക്കാണ്. അല്ലാഹു തആല അദ്ദേഹം നൽകിയ വലിയ ഭക്ഷണവും സദഖയും അദ്ദേഹത്തിന് സ്വീകരിക്കട്ടെ. അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് അതിന്റെ സവാബ് എത്തിക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ സമ്പത്തിലും കുടുംബത്തിലും ജോലിയിലും എല്ലാ കാര്യങ്ങളിലും വലിയ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ വെന്നിയൂർ പറമ്പുള്ള ഒരു സഹോദരി പ്രത്യേകം ദുആ ചെയ്യാൻ അദ്ദേഹം സഹോദരിയുടെ മരണപ്പെട്ട ഉമ്മയുടെയും ആങ്ങളയുടെയും പേരിൽ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവരുടെ ഖബറിടം നീ സ്വർഗ്ഗമാക്കി കൊടുക്കണേ അല്ലാഹ്. സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ സവാബ് അവർക്ക് നൽകണേ അല്ലാഹ്. അവരുടെ ഉപ്പ വലിയ രോഗിയായിട്ട് കിടക്കുകയാണ്. അല്ലാഹു ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. അതുപോലെ മലപ്പുറം ചെമ്മങ്കടവ് താമസിക്കുന്ന അബ്ദുൽ കരീം എന്ന് പറഞ്ഞൊരു സഹോദരൻ പല രോഗങ്ങളെ കൊണ്ടും പ്രയാസപ്പെടുകയാണ്. കൂട്ടത്തിൽ ഇപ്പൊ കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗവും തുടങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി മജ്ലിസിൽ വെച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, പരിപൂർണമായ ശിഫ നൽകണേ അല്ലാഹ്. ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. വിഷമങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നവർക്കും ആമീൻ പറയുന്നവർക്കൊക്കെ റബ്ബേ ആരോഗ്യമുള്ള ദീർഘായുസ് തരണേ അല്ലാഹ്. ഒരുപാട് റമളാനുകളെ സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെയും വിഷമങ്ങളൊക്കെ മാറ്റി തരണേ അല്ലാഹ്. ഞങ്ങളെ ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണേ അല്ലാഹ്. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.